ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത്, അതിനർത്ഥം നിങ്ങളെല്ലാവരും ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്, ഉബുണ്ടു, മാക് OS ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. സ്മാർട്ട് ഫോണിനകത്താണെങ്കിൽ ആൻഡ്രോയിഡ്, iOS എന്നൊക്കെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. So operating system is an integrated set of programs that controls the resources of a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള റിസോഴ്സസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യണതായിട്ടൊന്നും അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾ ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യണം, പക്ഷെ അവിടെ നടക്കുന്നത് അതിൽ റിസോഴ്സസിനെ മാനേജ് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിനകത്തുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാർഡ്വെയർ റിസോഴ്സസ് ആവാം, സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആവാം. ഹാർഡ്വെയർ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രോസസ്സർ അല്ലെങ്കിൽ CPU, ദെൻ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതെല്ലാം അതിനകത്തുള്ള ഹാർഡ്വെയർ റിസോഴ്സസ് ആണ്. സോഫ്റ്റ്വെയർ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പ്രോഗ്രാംസ്, അതിനെയൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ റിസോഴ്സസ് എന്ന് പറയാം. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ an operating system is a system software that manages the hardware and software resources of a computer and provides common services for computer programs. ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യണ, ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യണ പ്രോഗ്രാംസാണ്. മറ്റുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനൊക്കെ വർക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസാണ് സിസ്റ്റം പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലൊരു സിസ്റ്റം പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രൊവൈഡ്സ് കോമൺ സർവീസസ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനുള്ള അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള കോമൺ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റിക്വയർ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഫങ്ഷൻ. ഏതൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലേ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന് റൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മൊബൈലും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. It acts as an interface between application programs and hardware. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനും ഹാർഡ്വെയറിനും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് യൂസറും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മളൊരു ഇൻ്റർഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കമ്പ്യൂട്ടറിനകത്തുനിന്ന് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ MS വേർഡ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? നിങ്ങളുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഐക്കൺസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഡെസ്ക്ടോപ്പിൽ. അപ്പോൾ അവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ MS ഓഫീസിൻ്റെ ഐക്കൺ ഉണ്ടാവും അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ. ഐക്കൺ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. ഇനി ഐക്കൺ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് എടുക്കണോ, അതിനകത്ത് നിങ്ങൾ MS ഓഫീസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യണു. അവിടെ പോയിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഒരു ഐക്കണിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഐക്കൺസ് ആയിട്ട് കാണിക്കണം. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ ചെയ്യണത്. ഐക്കൺസ് ആയിട്ട് അവിടെ കാണിക്കുന്നു, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യണമെന്ന് മനസ്സിലാക്കണം, ആ പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യണം. ഇനി നിങ്ങൾ അതിനകത്ത് കണ്ടൻസ് ഒക്കെ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ കീബോർഡിൽ ഓരോ കീയും പ്രസ് ചെയ്യുമ്പോൾ ആ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ സിമ്പിൾസൊക്കെ അവിടെ കാണാം. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാനേജ് ചെയ്യണത്. ഇനി ഡോക്യുമെൻ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ സേവ് ചെയ്യണു. സേവ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിനൊരു ഫയൽ സിസ്റ്റം ഉണ്ട്. അവിടുത്തെ ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അവിടെ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ അത് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾ ആ ഫയൽ നെയിം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനെ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ റീനെയിം ചെയ്യാം, അത് വേറെ ആർക്കെങ്കിലും സെൻഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്.
So it acts as an interface between the user and computer, or it helps the user to use the computer എന്ന് പറയാം. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്, മാക് OS ഒക്കെ. ഇതെല്ലാം കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലൊക്കെ ആണെങ്കിൽ ആൻഡ്രോയിഡ്, iOS ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി ഇത് ലോജിക്കൽ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് വരച്ച ഡയഗ്രാമാണ്. ഏറ്റവും താഴെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വരുന്നു. ഹാർഡ്വെയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ്വെയർ ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ബാക്കിയുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലാണ് റൺ ചെയ്യുന്നത്. അതായത് മറ്റുള്ള സിസ്റ്റം പ്രോഗ്രാംസിന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ദെൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഇനി ഈ ഒരു ലെയറിൻ്റെ മുകളിലാണ് യൂസേഴ്സ് വരുന്നത്. യൂസേഴ്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുമായിട്ടാണ് നോർമലി ഇൻട്രാക്ട് ചെയ്യുക, സാധാരണ എൻഡ് യൂസേഴ്സ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഉള്ള ഇൻട്രാക്ഷൻ വരണമെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. ദെൻ പ്രോഗ്രാമേഴ്സൊക്കെ അത് സിസ്റ്റം പ്രോഗ്രാംസൊക്കെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത്, ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് യൂസർ പ്രോഗ്രാംസ് ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരിക. Then the primary objectives of operating system are making a computer system convenient to use and managing the resources of a computer system. ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ പോയി ഓപ്പൺ ചെയ്യണു, അത് യൂസ് ചെയ്തിട്ട് ഫയൽസൊക്കെ സേവ് ചെയ്യണു, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഫയൽസ് ആക്സസ് ചെയ്യണു, അതിനെ റീനെയിം ചെയ്യണു, ഫയൽസിനെ ഡിലീറ്റ് ചെയ്യണു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഒരു കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യണത് കൺവീനിയൻ്റ് ആക്കുക, കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള റിസോഴ്സസ് മാനേജ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റീവ്സാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്. അപ്പോൾ ആസ് എ റിസോഴ്സ് മാനേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെയാണ് ചെയ്യാൻ നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് ദി റിസോഴ്സസ് ആർ യൂസ്ഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് അറൈസിങ് ഫ്രം കോമ്പറ്റീഷൻ എമംഗ് വേരിയസ് യൂസേഴ്സ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് റിസോഴ്സസ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണു എന്ന് എൻഷുർ ചെയ്യണത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദെൻ റിസോൾവ്സ് കോൺഫ്ലിക്ട്സ് അറൈസിങ് ഫ്രം കോമ്പറ്റീഷൻ എമംഗ് വേരിയസ് യൂസേഴ്സ്. ഒരു കമ്പ്യൂട്ടർ ഡിഫറെൻറ്റ് യൂസേഴ്സ് യൂസ് ചെയ്യാം, ഒരേ സമയത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ യൂസേഴ്സ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണെങ്കിൽ അറൈസ് ചെയ്യാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ അതെല്ലാം റിസോൾവ് ചെയ്യാം. അപ്പോൾ ഒരേ സമയത്ത് പല യൂസേഴ്സിൻ്റെ പ്രോസസ്സുകൾ വർക്ക് ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് പല യൂസേഴ്സിൻ്റെ ഫയൽസ് ഉണ്ടാവാം. അപ്പോൾ ഒരേ ഫയൽ രണ്ട് പേരും ആക്സസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആർക്ക് ആക്സസ് കൊടുക്കണം, ആർക്ക് റീഡ് ഓൺലി ആക്സസ് കൊടുക്കണം, ആർക്ക് റൈറ്റ് ചെയ്യാനുള്ള ആക്സസ് കൊടുക്കണം. ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഒരേ സമയത്ത് കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യല്ല, ഒരു സമയത്ത് ഒരു പ്രോസസ്സേ ഒരു പ്രോസസ്സറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ വർക്ക് ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ കുറേ പ്രോസസ്സറിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ആർക്ക് പ്രോസസ്സർ അടുത്തത് കിട്ടണം, അല്ലെങ്കിൽ ആർക്ക് മെമ്മറി കിട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ റിസോൾവ് ചെയ്ത് വളരെ എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസിനെ മാനേജ് ചെയ്യാം. അതാണ് റിസോഴ്സ് മാനേജർ ചെയ്യണത്. സോ ആസ് എ റിസോഴ്സ് മാനേജർ ഈ 4 ഫങ്ഷൻസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുക. ദി ഫസ്റ്റ് ഫങ്ഷൻ ഇറ്റ് കീപ്പ് ട്രാക്ക് ഓഫ് ദി റിസോഴ്സസ്. എല്ലാ റിസോഴ്സസിനെയും ട്രാക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ പ്രോസസ്സർ എന്ന് പറഞ്ഞ റിസോഴ്സിനെ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര പ്രോസസ്സേഴ്സ് ഉണ്ട്, ഓരോ പ്രോസസ്സറിലും ഏതൊക്കെ പ്രോസസ്സാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര പ്രോസസ്സറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അടുത്തത് ഏത് പ്രോസസ്സാണ് പ്രോസസ്സറിന് കിട്ടേണ്ടത്, എത്ര സമയം കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ ട്രാക്ക് ചെയ്യുക, എവിടെയൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ഓരോ റിസോഴ്സിൻ്റെയും കറൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, ഇതൊക്കെ ട്രാക്ക് ചെയ്യുക. ദെൻ എൻഫോഴ്സ് പോളിസി ദാറ്റ് ഡിറ്റർമൈൻസ് ഹൂ ഗെറ്റ്സ് വാട്ട് വെൻ ആൻഡ് ഹൗ മച്ച്. അതായത് ഏതൊക്കെ യൂസേഴ്സിന് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സിന് ഏതൊക്കെ റിസോഴ്സ് എപ്പോഴൊക്കെ കിട്ടണം, ഏത് കിട്ടണം, എപ്പോൾ കിട്ടണം, എത്ര സമയം കിട്ടണം. ഏത് പ്രോസസ്സറാണെങ്കിൽ എത്ര സമയം ഒരു പ്രോസസ്സറിന് അലോക്കേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ ആ പ്രോസസ്സറിനെ വേറൊരു പ്രോസസ്സറിന് കൊടുക്കണം, പ്രോസസ്സിന് കൊടുക്കണം.
ഇനി മെമ്മറിയിലാണെങ്കിൽ ഏതൊക്കെ പ്ലേസിൽ ഏതൊക്കെ പ്രോസസ്സുകൾ ലോഡ് ചെയ്യണം, എത്ര സമയം ആ പ്രോസസ്സിനെ മെമ്മറിയിൽ കീപ്പ് ചെയ്യണം, മെമ്മറിയുടെ എത്ര പോർഷൻ ഒരു പ്രോസസ്സിന് വേണ്ടി കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക. അതെല്ലാം തീരുമാനിക്കാനുള്ള പോളിസീസ് എൻഫോഴ്സ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പോളിസീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ അത് എൻഫോഴ്സ് ചെയ്യണത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദെൻ അലോക്കേറ്റ് റിസോഴ്സസ് ആൻഡ് റീക്ലെയിം റിസോഴ്സസ്. അലോക്കേറ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോഴ്സിനെ ഒരു പ്രോസസ്സിനായിട്ട് കൊടുക്കുക. അതായത് ഇപ്പം ഒരു പ്രോസസ്സറിനെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്രോസസ്സറിനെ കിട്ടിയാലേ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സറിനെ കൊടുക്കുക. അല്ലെങ്കിൽ മെമ്മറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്താലേ അതിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ മെമ്മറി ആ ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ദെൻ റീക്ലെയിംഡ് റിസോഴ്സസ്. ആ റിസോഴ്സിൻ്റെ യൂസ് കഴിഞ്ഞാൽ, ഇപ്പോൾ മെമ്മറിയുടെ യൂസ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ യൂസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ റിസോഴ്സിനെ തിരിച്ചെടുക്കുക. അതിനെയാണ് റീക്ലെയിം ചെയ്യുക എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു റിസോഴ്സ് മാനേജർ എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുക. അതായത് കീപ് ട്രാക്ക് ഓഫ് റിസോഴ്സസ്, ദെൻ ഡിറ്റർമൈൻസ് ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ മച്ച്, ദെൻ അലോക്കേറ്റ് ആൻഡ് റീക്ലെയിം ദി റിസോഴ്സസ്. ഇത്രയാണ് റിസോഴ്സ് മാനേജർ എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. ദെൻ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് റിസോഴ്സ് മാനേജറായിട്ടുള്ള ഫങ്ഷൻസും എല്ലാ ഫങ്ഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത്രയും ഫങ്ഷൻസാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് മാനേജ്മെൻറ്റ്. പ്രോസസ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള പ്രോസസ്സുകളെ മാനേജ് ചെയ്യുക. പ്രോസസ്സേഴ്സ് ആൻഡ് പ്രോസസ്സേഴ്സ്, ഒന്നോ അതിലധികമോ പ്രോസസ്സേഴ്സ് ഉണ്ടാവാം. ഈ പ്രോസസ്സേഴ്സിനെ മാനേജ് ചെയ്യുന്നതാണ് പ്രോസസ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ. അപ്പോൾ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറിൻ്റെ പ്രോസസ്സ് ആവാം, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ആവാം. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരേ സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MS Word ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൂടെ നിങ്ങളൊരു പാട്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവാം. കൂടെ നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഗൂഗിൾ ക്രോം അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പ്രോസസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സമയത്ത് ഒരു പ്രോസസ്സറിന് ഒരു പ്രോസസ്സിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ ഒരേ സമയത്ത് വരുമ്പോൾ ഇതെല്ലാം ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം സ്ലോട്ടുകൾ ഇട്ടിട്ടായിരിക്കും ഓരോ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഓരോ പ്രോസസ്സിനും എത്ര ടൈം സ്ലോട്ട് കൊടുക്കണം, ആ സമയത്തൊക്കെ ആ പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം. ആ ടൈം സ്ലോട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രോസസ്സ് തീർന്നിട്ടുണ്ടെങ്കിൽ പ്രോസസ്സറിനെ റീക്ലെയിം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രോസസ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. ദെൻ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിലാണ് എല്ലാ ടൈപ്പ് മെമ്മറി. നമ്മൾ സാധാരണ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിക്കാണ്. പക്ഷെ നമുക്ക് മെമ്മറി ഹൈറാർക്കി അറിയാം. അവിടെ രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, ദെൻ മെയിൻ മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജസ് എല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം മാനേജ് ചെയ്യുക. അത് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്താണ് ചെയ്യുന്നത്. ദെൻ ഡിവൈസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ദാറ്റ് മാനേജസ് ദി ഡിവൈസ് എക്സ്റ്റേണലി കണക്റ്റഡ് ടു ദി കമ്പ്യൂട്ടറായിട്ട് എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ. ഇതിൻ്റെ എല്ലാം മാനേജ്മെൻറ്റ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്താണ്. ഇപ്പോൾ ഈ പ്രോസസ്സ് മാനേജ്മെൻറ്റിലും മെമ്മറി ഡിവൈസ് മാനേജ്മെൻറ്റ് ഇതിനകത്തൊക്കെ വേറെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും കേട്ടോ ഈ മാനേജ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട്. ദെൻ ഫയൽ ഓർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്നത് ഫയൽസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വേ ആണ് കമ്പ്യൂട്ടറിലുള്ളത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനെ ആണെങ്കിൽ കുറേ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പാർട്ടീഷൻസിനകത്ത് കുറേ ഫോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോൾഡേഴ്സിനകത്തൊക്കെ വീണ്ടും നമുക്ക് ഫോൾഡേഴ്സായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏത് രീതിയിലാണോ ഫയൽസിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുക ആ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ദെൻ ഫയൽസിന് നമുക്ക് ആവശ്യമുള്ള നെയിംസ് കൊടുത്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം, സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്യാം. ഇനി നമുക്ക് ആ ഫയൽസിന് വേണമെങ്കിൽ റീനെയിം ചെയ്യാം, കോപ്പി ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്ത് വരുന്നത്. ദെൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ഓർ എൻഫോഴ്സിങ് സെക്യൂരിറ്റി, അതാണ് OSൻ്റെ ഒരു ഫംഗ്ഷൻ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂസറിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻ എവിടെ ഉണ്ടാവും, കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാവും. ഈ ഇൻഫർമേഷനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ മെമ്മറിയിലാണെങ്കിൽ ഒരേ സമയത്ത് പല പ്രോസസ്സുകൾ പല പോർഷനിൽ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇതൊന്നും തമ്മിൽ ഒരു
ഇൻട്രാക്ഷൻ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഇൻട്രാക്ഷൻ ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സിൻ്റെ ഏരിയയിൽ കയറിയിട്ട് നമ്മൾ ഒരു പ്രോസസ്സ് ഡേറ്റ ആക്സസ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്ത് ചെയ്യുക. ദെൻ കമാൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഒരു യൂസർ കമ്പ്യൂട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിക്കുന്നത് കുറേ കമാൻഡ്സ് വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പ്രോഗ്രാമിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണതെന്ന്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂസർ യൂസ് ചെയ്യുക കമാൻഡ്സാണ്. അപ്പോൾ നമ്മൾ കമാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യണത് നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. നമ്മളായിട്ട് ഇങ്ങനെ കമാൻഡ്സ് ഒന്നും പറയുന്നുണ്ടാവില്ല കമ്പ്യൂട്ടറിനോട്. പക്ഷേ കമാൻഡ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓപ്പൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വരണം എന്നുള്ള കമാൻഡാണ് നമ്മളവിടെ കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങളൊരു മെനു എടുത്തിട്ട് മെനുവിനകത്ത് ഒരു ഐറ്റം സെലക്ട് ചെയ്തു, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫങ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ടാവും. അത് വർക്ക് ചെയ്യണം എന്നുള്ള കമാൻഡ് നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഐറ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ കമാൻഡ് കൊടുക്കുന്നത്. ഇനി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലാണ്ട് നമ്മളിങ്ങനെ കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കമാൻഡ് ലൈൻ ഇൻ്റർഫേസും ഉണ്ട്. അപ്പോൾ ഈ യൂസർ കൊടുക്കുന്ന കമാൻഡ്സിനൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അത് എന്തിനുള്ള കമാൻഡാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അതാണ് കമാൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിൽ വരുന്നത്. ഇനി ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടെ ഈ വീഡിയോയിൽ പറയാനുള്ളത് പാരാമീറ്റേഴ്സ് ഫോർ മെഷറിംഗ് സിസ്റ്റം പെർഫോമൻസ്. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്: ത്രൂപുട്ട് ഓഫ് ദി സിസ്റ്റം, ദെൻ ടേൺ അറൗണ്ട് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം. ത്രൂപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് ദി സിസ്റ്റം ഇസ് ഏബിൾ ടു ഡു പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു സിസ്റ്റത്തിന് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, അതിനെയാണ് ആ സിസ്റ്റത്തിൻ്റെ ത്രൂപുട്ട് നമ്മൾ പറയുക. ത്രൂപുട്ട് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യാൻ പറ്റും, എന്നുവെച്ചാൽ അത്രയും എഫിഷ്യൻ്റ് ആണ് സിസ്റ്റം എന്നാണ് അതിനർത്ഥം. ദെൻ ടേൺ അറൗണ്ട് ടൈം, the interval from the time of submission of a job to the system for processing to the time of completion of the job. ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ജോബ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യണ അപ്പം മുതൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വരെയുള്ള ടൈം, അതിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ടേൺ അറൗണ്ട് ടൈം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണെന്നാണ് അതിനർത്ഥം. ദെൻ റെസ്പോൺസ് ടൈം. Response time is the interval from the time of submission of the job to the system for processing to the time of first response from the job is produced by the system. അപ്പോൾ ഒരു ജോബിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് കിട്ടാൻ എടുക്കുന്ന സമയം, അതായത് കംപ്ലീറ്റ് ജോബ് ചെയ്തു തീരുന്നത് വരെയല്ല, ഫസ്റ്റ് റെസ്പോൺസ് കിട്ടാൻ എടുക്കുന്ന സമയം, അതാണ് കമ്പ്യൂട്ടറിൻ്റെ റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ നമ്മൾ മെഷർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. നമ്മളിപ്പോൾ പ്രോസസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ എന്താണെന്ന് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എക്സാക്ട്ലി എന്താണ് ഈ ഓരോ മൊഡ്യൂളിനകത്തും ചെയ്യണത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണണം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.